എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്രയും കാലം നമ്മൾ എക്സാമ്പിൾസ് കാണിക്കാനും ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പ്ലോട്ട് ചെയ്ത് കാണിക്കാനൊക്കെ യൂസ് ചെയ്തിരുന്നത് ഏത് ചാർട്ടായിരുന്നു? കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അത് ഈസിയാണ്. ഗ്രീന് കാണുകയാണെങ്കിൽ മുകളിലേക്കാണ് മാർക്കറ്റ്, റെഡ് കാണുകയാണെങ്കിൽ താഴേക്കാണ് മാർക്കറ്റ്. അത്തരത്തിൽ നമുക്ക് സിമ്പിളായിട്ട് പ്രഡിക്ഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ അതാണോ ബെസ്റ്റ് ചാർട്ട് മാർക്കറ്റിലെ? തീർച്ചയായിട്ടും ബെസ്റ്റ് ചാർട്ട് തന്നെയാണ്. അതൊരു ബെറ്റർ ചാർട്ട് തന്നെയാണ്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് പ്ലോട്ട് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാം, പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ചോയ്സ് കൂടി അവിടെ അവൈലബിൾ ആണ്. ഒരു നല്ല ചോയ്സ് കൂടി അവൈലബിൾ ആണ്. പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ട്രേഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്രൈസ് ആക്ഷൻ ആണ് ട്രേഡിങ്ങിലെ കീ എന്ന് പറയുന്നത്. എന്ന് വെച്ച് പ്രൈസ് ആക്ഷൻ മാത്രമേ വർക്ക് ചെയ്യുന്നില്ല. ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചും ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെ ഉണ്ട്. പ്രൈസ് ആക്ഷനും എന്താണ്? അതുപോലെ മറ്റൊരു മെത്തേഡാണ്. പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എങ്ങനെയാണ് പ്രൈസ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാത്രം വെച്ച്, മറ്റൊരു ഇൻഡിക്കേറ്ററും ഇല്ലാതെ പ്രൈസ് ആക്ഷൻ മാത്രം വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാനും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും വേണ്ടി പറ്റും. അങ്ങനെ പ്രൈസ് ആക്ഷൻ പഠിച്ച് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുക. കാരണം മറ്റൊരു ടൈപ്പ് ഓഫ് ചാർട്ടാണ് കാണിക്കുന്നത്. പ്രൈസ് ആക്ഷനിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ചാർട്ടാണ്. ഇനി നിങ്ങൾ ഇൻഡിക്കേറ്റർ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും ഇതൊന്ന് കണ്ടിരിക്കുക. ഇവിടെ പറയുന്ന കൺസെപ്റ്റ് ചെറിയ വ്യത്യസ്തമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. അപ്പോൾ അധിക സമയം കളയാതെ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് കടക്കാം. നേരെ സ്ക്രീനിലേക്ക് നോക്കുക. അപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് EUR/USDൻ്റെ ചാർട്ടാണ്. ഇത് ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ചാർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ട്രേഡിംഗ് വ്യൂവിൽ നോക്കി EUR/USDൻ്റെ 1 ഡേ ചാർട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതെന്താണ്? കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. നോക്കിയേ, റെഡ് കാണുന്നുണ്ട്, ഗ്രീന് കാണുന്നുണ്ട്. ഇവിടെ എന്താണ്? പ്രഡിക്ഷൻ കുറച്ചും കൂടി സിമ്പിളാണ്. എന്തുകൊണ്ടാണ്? റെഡ് കാണുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആണ്, താഴേക്കാണ് പോകുന്നത്. ഗ്രീന് കാണുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. റെഡ് ഉണ്ടാക്കുമ്പോൾ താഴേക്ക് വരുന്നു, ഗ്രീൻ ഉണ്ടാക്കുമ്പോൾ മുകളിലേക്ക് പോകുന്നു. അത്തരത്തിൽ എന്താണ്? പ്രഡിക്ഷൻ കുറച്ച് സിമ്പിളാണ്. പക്ഷേ ഇതിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ചാർട്ടുകളുണ്ട്. നോക്കാം നമുക്ക്. നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കിയാൽ ക്യാൻഡിലുകളുടെ ചിഹ്നം, ക്യാൻഡിൽസ് എന്ന് നിങ്ങൾ കാണുന്നില്ല, അവിടെ ക്ലിക്ക് ചെയ്താൽ എത്ര ടൈപ്പ് ഓഫ് ചാർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണെന്ന് കാണാം. ഹെയ്ക്കിൻ ആഷ്യയെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഐ ബട്ടണിൽ ഉണ്ടാകും, കണ്ടു നോക്കുക. നോക്കിയേ, ഹോളോ ക്യാൻഡിൽസ്, കോളംസ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഹൈ ലോ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് നിങ്ങൾ കാണുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുക. നോക്കി, ഇതാണ് ഹൈ ലോ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നോക്കിയേ, അതേ ഹൈ ലോ, അതേ ക്യാൻഡിൽസിൻ്റെ സൈഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഒരുപാട് ചാർട്ടുകൾ നിങ്ങളിവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നോക്കിയേ, ഓരോന്നിനും നേരെ വെക്കുമ്പോൾ റൈറ്റ് സൈഡിലൊരു സ്റ്റാർ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫേവറേറ്റ്സിലേക്ക് ആഡ് ആകും. അതായത് നോക്കിയേ, ക്യാൻഡിൽസ് എന്നുള്ളത് കൂടി, ഇപ്പം ഞാൻ ഹൈ ലോ സ്റ്റാർ ചെയ്തിട്ടുണ്ട്, ക്യാൻഡിൽസ് കൂടി സ്റ്റാർ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിച്ചേ? നോക്കിയേ, ഇവിടെ രണ്ടും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ ഇത് എളുപ്പമാണ്. നോക്കിയേ, ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് വന്നു, തൊട്ടപ്പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്? ഈ ഹൈ ലോൻ്റെ ചാർട്ടും വന്നു. അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ എന്നുള്ളത് ആദ്യം എന്താണെന്ന് അറിയണം. എന്താണ് ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്? പ്രൈസിൻ്റെ ആക്ഷനാണ്. ഇതൊക്കെ എന്താണ്? ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് പോലെയുള്ള പ്രൈസ് ലെവലുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നോക്കിയേ, ഇവിടുന്ന് മുകളിലേക്ക് പോയി ഈ ഒരു പ്രൈസിലെത്തുമ്പോഴാണ് താഴേക്ക് വന്നത്, ഈ ഒരു പ്രൈസിലെത്തുമ്പോഴാണ് മുകളിലേക്ക് പോയത്, വീണ്ടും ഈ ഒരു പ്രൈസിലെത്തുമ്പോഴാണ് താഴേക്ക് വന്നിരിക്കുന്നത്. നോക്കിയേ, വീണ്ടും ഈ ഒരു പ്രൈസിലെത്തി മുകളിലേക്ക് പോയി, ഈ ഒരു പ്രൈസിലെത്തി താഴേക്ക് വന്നു. അത്തരത്തിൽ പ്രൈസിൻ്റെ ആക്ഷനാണ് മാർക്കറ്റിൽ നടക്കുന്നത് എന്നുള്ള കൺസെപ്റ്റാണ് പ്രൈസ് ആക്ഷൻ പറയുന്നത്. നോക്കിയേ, ഈ ഒരു പ്രൈസിലെത്തുമ്പോൾ ആൾക്കാർ വാങ്ങി, കുറേ വാങ്ങി, ഈ ഒരു പ്രൈസിലെത്തുമ്പോൾ ആൾക്കാർ സെൽ ഓർഡർ കൊടുത്തു, ഈ ഒരു പ്രൈസിലെത്തുമ്പോൾ ആൾക്കാർ ബൈ ഓർഡർ കൊടുത്തു. അത്തരത്തിൽ പ്രൈസ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഈ പ്രൈസിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്? ഈ ലെവലുകളുടെ ഇമ്പോർട്ടൻ്റ് എന്താണ്? അതായത് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ വരക്കുന്ന ലെവലുകളുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എന്താണ്? ട്രെൻഡ് ലൈൻസ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ഒരു മെത്തേഡാണ്, എന്നെ ഫോളോ ചെയ്യുന്നവരോട് പറയാനുള്ള കാര്യമാണ്. ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പകരം എന്താണ്? ഹൊറിസോണ്ടലായിട്ടുള്ള ലൈനുകൾ യൂസ് ചെയ്ത് പഠിക്കുക. അത് മാസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത് ഹൊറിസോണ്ടലായിട്ടുള്ള ലൈനുകളാണ്. ട്രെൻഡ് ലൈനുകളുടെ പിറകെ നിങ്ങൾ പോകുകയാണെങ്കിൽ ഒരുപാട് ഫോൾസ് സിഗ്നൽസ് നിങ്ങൾക്ക് കിട്ടും. കുറേ തവണ നിങ്ങൾ എന്താണ് കൺഫ്യൂസ്ഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ച് പഠിക്കുക. ഇതേ ഹൊറിസോണ്ടൽ ലൈനുകളാണ് ഹൈയും ലോ. നോക്കിയേ, ഇവിടെ ഇപ്പോൾ പ്രൈസ് താഴേക്ക് വന്നു. ഇതപ്പോൾ എന്താണ്? ഒരു ഹൈ ആണ്. ഇവിടെ വരെ എത്തിയിട്ട് പ്രൈസ് മുകളിലേക്ക് പോയി, ഇതൊരു ലോ ആണ്.
വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അത്തരത്തിൽ ഹൈയും ലോവും ആണ് പ്രൈസ് ആക്ഷനിൽ ഉള്ളത്. ആ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ചാർട്ട്. ഇതെന്താണ് ആക്ച്വലി ഈ ഒരു ക്യാൻഡിലുകൾ? നോക്കിയേ, വ്യത്യാസം ഞാൻ മനസ്സിലാക്കി തരാം. നോക്കിയേ, ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കുക, ലാസ്റ്റ് ഫോം ആയിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കുക. അതേ ക്യാൻഡിൽ നോക്കിയേ, ഇവിടെയും നോക്കുക. ഇത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ നിങ്ങൾ എന്താ കാണുന്നത്? നടുവിലൊരു ചെറിയ ഗ്രീൻ ബോഡി ഉണ്ട്, മുകളിൽ വിക്കുണ്ട്, താഴെയും വിക്കുണ്ട്. പക്ഷേ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾ എന്താ കാണുന്നത്? അതേ സൈസുള്ള വലിയൊരു ബോഡിയാണ്. പ്രൈസ് നോക്കിയേ, 0.984. 0.984 ആണ് ഈ ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ. ലോ എത്രയാണ്? 0.975 ആണ്. അതായത് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലെ ഹൈ മുതൽ ലോ വരെയുള്ള ഏരിയയാണ് ഈ ഹൈ ലോ ചാർട്ടിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് ഒരു ക്യാൻഡിലായിട്ട് കാണിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വിക്കുകൾ ഇത്തരം ടൈപ്പ് ഓഫ് ചാർട്ടുകളിൽ ഉണ്ടായിരിക്കില്ല. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുകളിലാണ് ഇത്തരത്തിലുള്ള വിക്കുകൾ വരുന്നത്. ഹൈ ലോയിൽ എന്താണ്? വിക്കുകളില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ളൊരു വ്യത്യാസം എന്താണ്? ഈ ഒരു ക്യാൻഡിൽ വെച്ച് നമുക്ക് എന്തുകൂടി പറയാൻ വേണ്ടിയിട്ട് പറ്റും? ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ക്യാൻഡിൽ വെച്ച് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. എവിടെ? ഈ ഒരു 977 ഓപ്പൺ ചെയ്തത്. എന്നിട്ടിപ്പോൾ മുകളിലാണുള്ളത്. ഓപ്പണിംഗ് പ്രൈസ് ഇതാണ്, ഇപ്പോൾ മുകളിലാണുള്ളത്. വേറെ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. നോക്കിയേ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ എടുക്കുക, ഏറ്റവും വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ. ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്, ക്ലോസ് ചെയ്തത് ഇവിടെയാണ്. കാരണം ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. ഇങ്ങനെയാണ് ക്ലോസ് ചെയ്തത്. അതേ ക്യാൻഡിൽ തന്നെ ഇവിടെ നോക്കിയേ, ഇതാണ് ആ ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഓപ്പണും ക്ലോസും എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഓപ്പണും ക്ലോസും എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇവിടെ ഓപ്പൺ ചെയ്ത് താഴെ ക്ലോസ് ചെയ്താലും, താഴെ ഓപ്പൺ ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്താലും ഇത് ഫോം ആവുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഓപ്പൺ എവിടെയാണ്, ക്ലോസ് എവിടെയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതാണ് മറ്റൊരു വ്യത്യാസം. നോക്കി, അപ്പോൾ കാണിക്കുന്നത് ഈ ഒരു റേഞ്ചാണ്. ആ ഒരു ദിവസത്തെ ടോട്ടൽ റേഞ്ചാണ് ഇവിടെ ഒരു ക്യാൻഡിലായിട്ട് കാണിക്കുന്നത്. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഹൈ കാണിക്കുന്നു, ലോ കാണിക്കുന്നു. അവിടെ ഉണ്ടായിരിക്കുന്ന പ്രൈസിൻ്റെ ആക്ഷനാണ് ഇത് കാണിക്കുന്നത്. ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് ആ ഒരു കൺസെപ്റ്റേ മാറിയിട്ട് ഹൈയും ലോവും ആണ് കാണിക്കുന്നത്. അതായത് പ്രൈസ് ആക്ഷൻ ആണ് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പ്രൈസ് ആക്ഷൻ. ഇവിടെയുള്ള മറ്റൊരു കാര്യം എന്താണ്? റെഡ് ക്യാൻഡിലുകളും ഗ്രീൻ ക്യാൻഡിലുകളും ഇല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കുറച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പണിയാണല്ലോ, കഷ്ടമാണല്ലോ എന്ന് വിചാരിക്കും. ആക്ച്വലി എന്താണ്? ഇത് കോംപ്ലിക്കേഷൻ കുറക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതാണ് അവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്യാൻഡിൽ. നോക്കിയേ, ഇതെന്താണ്? ഹൈ ആണ്. ഈ ഒരു പ്രൈസ് എന്താണ്? അതിൻ്റെ ഹൈ ആണ്. ഈ ഒരു പ്രൈസ് എന്താണ്? അതിൻ്റെ ലോ ആണ്. അത്ര മാത്രമേ നമുക്കിവിടെ അറിയത്തുള്ളൂ. പ്രൈസ് ആക്ഷനിൽ വേണ്ടതും അതാണ്, ഹൈകളും ലോകളും ആണ്. അതിനുശേഷം നോക്കിയേ, അതിനുശേഷം മറ്റൊരു ക്യാൻഡിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇവിടെ ഓൾറെഡി ഇങ്ങനത്തെ ക്യാൻഡിൽ ഉണ്ടായിട്ട് മറ്റൊരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്തത് എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ നമുക്കിവിടെ അറിയുന്നൊരു കാര്യം എന്താണ്? നോക്കിയേ, ഇവിടെ ലോ ഉണ്ട്. ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലോ നോക്കിയേ, അതിൻ്റെ താഴെയാണ്. ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഹൈ നോക്കിയേ, അതിൻ്റെ താഴെയാണ്. അതായത് ലോവർ ലോസും ഹയർ ഹൈസും ഉണ്ടാക്കിയിട്ട് പോകുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. നോക്കിയേ, ഇവിടെ ഹൈ ഉണ്ട്, ഇവിടെ ലോ ഉണ്ട്. ആ ദിവസത്തെ ഹൈ ഇവിടെ ഉണ്ട്, ആ ദിവസത്തെ ലോ ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ എന്താണ്? ആ ദിവസത്തെ ഹൈ ഇത്രയും മുകളിലേക്ക് പോയിട്ടില്ല, താഴേക്ക് വന്നു. ആ ദിവസത്തെ ലോ എന്താണ്? ക്രോസ് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. അതായത് ഈ ഒരു ദിവസത്തെ ക്യാൻഡിലിനേക്കാളും വീക്കായിട്ടാണ് താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ദിവസം മാർക്കറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബിയറിഷ് മോഡിലാണ് മാർക്കറ്റ് ഉള്ളത്. ഇനിയും നോക്കിയേ, ഇനിയും ഇങ്ങനെ ഒരു ക്യാൻഡിലുകൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വീണ്ടും എന്താണ്? ലോവർ ഹൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാർക്കറ്റിലെ പ്രൈസ് ആക്ഷൻ്റെ കൺസെപ്റ്റാണ് നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നത്. ലോവർ ഹൈസ്, ലോവർ ലോസ്. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്? ലോവർ ഹൈസ് ഉണ്ട്, ലോവർ ലോസ് ഉണ്ട്. ആ ദിവസം ലോവർ ഹൈസും ലോവർ ലോസും ആണ് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ബിയറിഷ് ആണ്. ഇനി ഇവിടെ വരുന്ന പാറ്റേണുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഇവിടെ ഇപ്പം എന്താണ്? ഒരുപാട് പാറ്റേണുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ W ഒക്കെ ഫോം ആകുന്ന ഒരുപാട് പാറ്റേണുകൾ കാണാൻ വേണ്ടി സാധിക്കും. എൻഗൾഫിംഗ് ഒക്കെ ഉണ്ട്. ഒരുപാട് പാറ്റേണുകൾ മാർക്കറ്റിലുണ്ട്. ഹാമർ ഉണ്ട്. അത്തരത്തിൽ ഒരുപാട് പാറ്റേണുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ എന്താണ്? ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിളാണ്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാറ്റേണുകളൊന്നും വരുന്നില്ല. കുറച്ചുകൂടി സിമ്പിളാണ്. ഒന്നാമത്തെ പാറ്റേൺ നിങ്ങൾ നോക്കിക്കൊള്ളുക.
ഒന്നാമത്തെ പാറ്റേൺ ഏതാണ്? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നോക്കിയാൽ ലോവർ ഹൈസും ലോവർ ലോസും ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ബിയറിഷ് ആണ്, മാർക്കറ്റ് ബിയറിഷ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പാറ്റേൺ ഏതാണ്? നോക്കിയേ, ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കുകയാണെങ്കിൽ, ഹയർ ലോസും നോക്കിയേ ഹയർ ഹൈസും ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ലോ ഇവിടെയാണ്, രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ലോ ഈ ഒരു ഹൈയിലാണ്. നോക്കിയേ, അപ്പോൾ ഹയർ ഹൈസ് ഹയർ ലോസ് ഉണ്ടാക്കുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് പാറ്റേൺ എന്താണ്? നോക്കിയേ, ഇതെന്താണ്? ഇതൊരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മുന്നിലത്തെ ക്യാൻഡിലിനെ മുഴുവനായിട്ട് വിഴുങ്ങിയിരിക്കുന്ന ഒരു ക്യാൻഡിലാണ്. അതായത് നോക്കിയേ, കഴിഞ്ഞ ദിവസം ഈ ഒരു റേഞ്ചിലാണ് ട്രേഡ് നടന്നിരിക്കുന്നത്. ഈ ഒരു ദിവസം നോക്കിയേ, ആ റേഞ്ചും കടന്നിട്ട് എന്താണ് ഇത്രയും വലിയൊരു റേഞ്ചിലാണ് ട്രേഡ് നടന്നത്. ആ ഒരു ദിവസത്തെ എൻഗൾഫ് ചെയ്തു. ആ ഒരു ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിയേ, താഴേക്കാണ് എൻഗൾഫ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? മാർക്കറ്റ് നോക്കിയേ, ഇതിപ്പോൾ ഒരു ക്യാൻഡിലാണ്, ഇതിപ്പോൾ ഒരു ക്യാൻഡിലാണെങ്കിൽ താഴേക്കുള്ള ശക്തിയാണ് ഇത് കാണിക്കുന്നത്. ഈ ഒരു സൈസ് കണ്ടാൽ നിങ്ങൾക്കറിയാം താഴേക്കുള്ള ശക്തിയാണ് കാണിക്കുന്നത്. ഇത് ഏറ്റവും നന്നായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം? ട്രെൻഡ് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ട്രെൻഡ് താഴേക്ക് പോകുമ്പോൾ. ഇപ്പോൾ ട്രെൻഡ് ഇങ്ങനെ താഴേക്ക് പോവുകയാണെന്ന് വിചാരിക്കും. ഇങ്ങനെ താഴേക്ക് പോകുന്ന ട്രെൻഡിലാണ് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ എന്താണ് ഇത്തരത്തിലുള്ള എൻഗൾഫിംഗ് പാറ്റേൺ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കാരണം നോക്കിയേ, ഈ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്ത മാർക്കറ്റ് പിറ്റത്തെ ദിവസം ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിറ്റത്തെ ക്യാൻഡിൽ എന്താണ് തൊട്ടടുത്ത ക്യാൻഡിൽ ട്രേഡ് ചെയ്യുന്നത്, ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തിട്ടില്ല ഇത്രയും വലിയൊരു ക്യാൻഡിലിൻ്റെ റേഞ്ചിലാണ്, താഴേക്കാണ്. നോക്കിയേ, താഴെയാണ് ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, താഴേക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. അടുത്തൊരു ടൈപ്പ് ഓഫ് ക്യാൻഡിൽ നിങ്ങളിവിടെ കാണുക എന്താണ്? ഇൻസൈഡ് ക്യാൻഡിലുകളാണ്. ഇൻസൈഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയേ, ഈ ഒരു ക്യാൻഡിൽ വളരെ വലുതാണ്, ഇത്രയും റേഞ്ചിലാണ്, ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലോ വരെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തിരുന്നത്. പിറ്റത്തെ ക്യാൻഡിൽ എന്താ കാണുന്നത്? ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. നോക്കിയേ, ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലോ വരെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തിരുന്നത്. പിറ്റത്തെ ദിവസം നിങ്ങൾ കാണുന്നു ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ്, പിറ്റത്തെ ക്യാൻഡിൽ നിങ്ങൾ കാണുന്നു ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇത്ര വലുതാണെങ്കിലും പ്രശ്നമില്ല. നോക്കിയേ, ഇപ്പം എന്താ നിങ്ങളിവിടെ കാണുന്നത്? ഈ ഒരു ലോ വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്, എന്നാലും എന്താണ് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഹൈക്കും ഈ ഒരു ലോക്കും ഇടയിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻസൈഡ് ക്യാൻഡിൽ എന്ന് പറയും. എന്തുകൊണ്ട്? ഈ ഒരു റേഞ്ചിൻ്റെ ഇൻസൈഡ്, ആ ഒരു പ്രീവിയസ് റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഇൻസൈഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഉള്ളിൽ വരുന്ന ക്യാൻഡിൽ നിന്നാണ്. നോക്കിയേ, അതായത് ഇവിടെ ഇപ്പോൾ ഹൈ എന്താണ് തൊട്ട് മുന്നത്തെ ഹൈ വരെ പോയിട്ടുണ്ടെങ്കിലും ഇതെന്താണ് ഇൻസൈഡ് ക്യാൻഡിലാണ്. കാരണം എന്താണ്? ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു ക്യാൻഡിൽ ട്രേഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നോക്കിയേ, ഇതും എന്താണ് ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. കാരണം ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് ട്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസൈഡ് ക്യാൻഡിലുകൾ കാണുകയാണെങ്കിൽ അതിനെന്താണ് ഇവിടെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഇല്ല. മാർക്കറ്റ് എന്താണ് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്, ഇവിടെ പ്രത്യേകിച്ച് അതിന് ഇമ്പോർട്ടൻസ് വരുന്നില്ല. അപ്പോൾ ഇനി ഏതാണ് ഇവിടെ പാറ്റേൺ പഠിക്കാനുള്ളത്? ഇനി പാറ്റേൺ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇത്രയും പാറ്റേണുകൾ മാത്രമാണ് ഈ ഒരു ചാർട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്നെ ഈ കോംപ്ലിക്കേഷൻ ലെവൽ കുറഞ്ഞത് നിങ്ങൾക്കറിയാം. കാൻഡിൽസ്റ്റിക്ക് ചാർട്ടിൽ ഒരുപാട് പാറ്റേൺ പഠിക്കേണ്ട സമയത്ത് ഇവിടെ ഇത്രയും പാറ്റേണുകൾ മനസ്സിലാക്കിയാൽ തന്നെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കിയേ, എവിടെയെങ്കിലും ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇവിടെ നോക്കിയേ, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ഈ ഒരു ക്യാൻഡിൽ നോക്കുക, മുകളിലേക്ക് പോയ മാർക്കറ്റ് ഇവിടെ എന്താണ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എന്താ കാണുന്നത്? നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ് ലോവർ ഹൈസും ലോവർ ലോസും ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റ് താഴേക്ക് പോകുന്നല്ലേ. നോക്കിയേ, ലോവർ ഹൈസും ലോവർ ലോസും ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് താഴേക്ക് പോയി. വീണ്ടും ലോവർ ഹൈസും ലോവർ ലോസും, ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. നമുക്കറിയാം താഴേക്കാണ്. ലോവർ ഹൈസും ലോവർ ലോസും താഴേക്കാണ്. നോക്കിയേ, അതുപോലെ തന്നെ എന്താണ് ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത്? ഇത്രയും നേരം കണ്ടത് ലോവർ ഹൈസും ലോവർ ലോസും താഴേക്കാണ്. ഈ ക്യാൻഡിൽ നിങ്ങൾ എന്ത് കാണുന്നു? എന്താ കാണുന്നത്? ഇവിടെ എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. നോക്കിയേ, താഴേക്ക് എൻഗൾഫ് ചെയ്യുന്ന ക്യാൻഡിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു ട്രെൻഡിൽ ഇത്തരത്തിൽ നടുവിലൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. നോക്കിയേ, ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന ക്യാൻഡിലോ ഇൻസൈഡ് ക്യാൻഡിലാണ്. ഇൻസൈഡ് ക്യാൻഡിലിൻ്റെ കാര്യം എന്താ ഞാനിപ്പോൾ പറഞ്ഞത്? ഇൻസൈഡ് ക്യാൻഡിലിന് ഇവിടെ പ്രാധാന്യമില്ല, ന്യൂട്രലാണ്. അതിനുശേഷം വരുന്ന ക്യാൻഡിൽ നോക്കിയേ, എൻഗൾഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ്
ഇവിടെ എൻഗൾഫ് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം ഈ ഒരു സൈസ് കൊണ്ട്. എന്നിരുന്നാൽ നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട, കൃത്യമായിട്ട് പഠിക്കുക. നോക്കിയേ ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നു, ബിയറിഷ് ആണ്. ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ക്യാൻഡിലുകൾ തന്നെ ഇവിടെ കാണുന്നു. ഇവിടെ എത്തിയപ്പോൾ നോക്കിയേ ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ എന്താ നിങ്ങൾ കാണുന്നത്? തിരിച്ചൊരു എൻഗൾഫിങ് നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളൊരു റിവേഴ്സലായിട്ട് എടുക്കേണ്ട കാര്യമില്ല. എൻഗൾഫിങ്ങിൻ്റെ കാര്യം എന്താ? ഇവിടെ ഈ ടൈപ്പ് ഓഫ് ചാർട്ടിൽ നമ്മൾ പറഞ്ഞത് ട്രെൻഡിൽ മാത്രം യൂസ് ചെയ്യുക. താഴേക്കുള്ള ട്രെൻഡിൽ താഴേക്കൊരു എൻഗൾഫിങ് കാണുകയാണെങ്കിൽ അത് ഡൗൺ ട്രെൻഡാണ്. മുകളിലേക്കുള്ളൊരു ട്രെൻഡിൽ മുകളിലേക്കൊരു എൻഗൾഫിങ് കാണുകയാണെങ്കിൽ അപ്പ് ട്രെൻഡാണ്. നേരെ മറിച്ച് താഴേക്കുള്ളൊരു ട്രെൻഡ് വന്നു കഴിഞ്ഞ് മുകളിലേക്കൊരു എൻഗൾഫിങ് കണ്ടു കഴിഞ്ഞാൽ നോക്കേണ്ട കാര്യമില്ല. നോക്കിയേ, താഴേക്ക് വന്നു, ലോവർ ഹൈസും ലോവർ ലോസും താഴേക്ക് വരുന്നു സൂചിപ്പിച്ചു. താഴേക്ക് വന്നില്ല. മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. എപ്പോഴും എന്താണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെ പോകണമെന്നില്ല. ഇതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഏത് ലൊക്കേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്, പ്രൈസ് ആക്ഷൻ്റെ ബാക്കി കൺസെപ്റ്റുകൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് സിമ്പിളായിട്ട് ഈ ചാർട്ട് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കിയേ, ഇവിടെ എന്താണ്? ഹയർ ഹൈസും ഹയർ ലോസും. മാർക്കറ്റ് എന്താണ്? ബുള്ളിഷ് ആണ്. പഠിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ. ഹയർ ഹൈസും ഹയർ ലോസും ബുള്ളിഷ് ആണ്. ഇവിടെ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ പാറ്റേണുകൾ പോലെ നിങ്ങൾ കാണുന്നുണ്ട്. ഇൻസൈഡ് ക്യാൻഡിൽ പാറ്റേണുകളാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ന്യൂട്രലാണ്, മാർക്കറ്റ് ന്യൂട്രലാണ്. ഹയർ ഹൈസും ഹയർ ലോസും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നുണ്ട്. ഇവിടുന്ന് വീണ്ടും എന്താണ് ട്രെൻഡ് ഉണ്ടാകുമ്പോൾ നോക്കിയേ, കൃത്യമായിട്ട് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയേ. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ ഫോമായി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് എന്താണ് നിങ്ങൾക്ക് ഇത്രയും നേരം പറഞ്ഞതിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. ചാർട്ടിൽ ഈ ട്രെൻഡ് അനലൈസ് ചെയ്യുക, പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കുക എന്നുള്ളത് കാൻഡിൽസ്റ്റിക് ചാർട്ടിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമാണ്. ഇനി എങ്ങനെയാണ് ഇതിനെ തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക? അതിനിപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്താണ്? താഴേക്ക് മാർക്കറ്റ് വന്നു ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ പ്രൈസ് ലെവലിൽ, പ്രൈസ് ആക്ഷനാണ് പറയുന്നത്, പ്രൈസ് ലെവലിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി, താഴെ വന്നു, പ്രൈസ് ലെവലിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കിയേ, അതിങ്ങനെ നമ്മൾ നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ കാണുക? ഈ ഒരു ലോ എന്താണ്? ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കൺവെൻഷനലായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കിയാൽ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. അതായത് ഈ ഒരു സപ്പോർട്ട് കഴിഞ്ഞ തവണ ഫേസ് ചെയ്ത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. ഇനി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്? അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. പ്രീവിയസ്ലി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്നത് ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. നോക്കിയേ, റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്താ കണ്ടിട്ടില്ലേ? ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്, മൈൻഡ് ചെയ്യുന്നില്ല. ഇൻസൈഡ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്, ന്യൂട്രലാണ്, മൈൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം നിങ്ങൾ കാണുന്നത് എന്താണ്? നോക്കിയേ, ലോവർ ഹൈസും ലോവർ ലോസും. അതെന്താണ്? താഴേക്കുള്ള ട്രെൻഡിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? ഒരു റെസിസ്റ്റൻസിൽ ലോവർ ഹൈസും ലോവർ ലോസും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതെന്താണ്? താഴേക്കാണ് സൂചിപ്പിക്കുന്നത്, റെസിസ്റ്റൻസിലാണുള്ളത്. ഇത്തരത്തിലെ ലൊക്കേഷനുകൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ചാർട്ടിനെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ കാണിച്ച ചാർട്ടിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാൻഡിൽസ്റ്റിക് ഒഴിവാക്കണമെന്നില്ല. നിങ്ങൾ കാൻഡിൽസ്റ്റിക് ആണ് ഓൾറെഡി പഠിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ കൂടെ ഇതുകൂടി ഒന്ന് യൂസ് ചെയ്യുക. ഇതൊന്നെന്താണ് നമുക്ക് പൊരുത്തപ്പെട്ട് വരേണ്ട കാര്യം ഇവിടെ ഉണ്ട്. പുതിയൊരു ടൈപ്പ് ഓഫ് ചാർട്ടാണ്. അപ്പോൾ അതൊന്ന് കണ്ട് യൂസ് ചെയ്ത് പൊരുത്തപ്പെട്ട് വന്നാൽ മാത്രമേ പെട്ടെന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ കാൻഡിൽസ്റ്റിക് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആൾട്ടർനേറ്റ് ആയിട്ട് ഇതുകൂടി എന്താണ് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടന്റുകൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ള ട്രേഡിങ്ങിൽ താല്പര്യമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.